ഈ വീഡിയോയിൽ കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സെക്ഷൻ 31 to 36 ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ആണ് കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ആദ്യം നമുക്ക് സെക്ഷൻ 31 എന്താണെന്ന് നോക്കാം. സെക്ഷൻ 31 ആണ് കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എ കണ്ടിൻജൻറ്റ് കോൺട്രാക്ട് ഇസ് എ കോൺട്രാക്ട് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ് ഇഫ് സം ഇവൻറ്റ് കൊളാട്രൽ ടു സച്ച് കോൺട്രാക്ട് ഡസ് ഓർ ഡസ് നോട്ട് ഹാപ്പൻ. അതായത് കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ചെയ്യാമെന്നോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കാമെന്നോ എന്ന് പറയുന്ന കോൺട്രാക്റ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു ഇവൻറ്റ് ഈ കോൺട്രാക്റ്റിനോട് കൊളാട്രലായിട്ട് അല്ലെങ്കിൽ കോൺട്രാക്റ്റിനോട് ബന്ധപ്പെട്ട് നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യണം. എങ്കിൽ മാത്രമാണ് അതിനെ നമുക്ക് കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഈ സെക്ഷനോട് ചേർന്ന ഒരു ഇല്ലുസ്ട്രേഷനും ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിൽ പറയുന്നുണ്ട്. ആ ഇല്ലുസ്ട്രേഷൻ വെച്ച് തന്നെ കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എ ബിനോട് പറയുക, നിൻ്റെ വീട് കത്തിപ്പോയാൽ ഞാൻ 10,000 രൂപ തരാമെന്ന്. ഇവിടെ കൊളാട്രൽ ഇവൻ്റ് എന്ന് പറയുന്നത് വീടിന് തീ പിടിക്കുക എന്നതാണ്. അത് സംഭവിച്ചാൽ മാത്രമാണ് ഇവിടെ അവർ തമ്മിൽ ഉണ്ടാക്കിയ കോൺട്രാക്റ്റ് ഫർദറായിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. വീടിന് തീ പിടിക്കാത്തിടത്തോളം കാലം ബിക്ക് എയിനോട് 10,000 രൂപ ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് ഒരു തരം കണ്ടീഷണൽ കോൺട്രാക്റ്റ് ആണ്. പക്ഷേ കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റിൽ പറയുന്ന ഈ കണ്ടീഷൻ ഓർ മുന്നേ ഡെഫിനിഷനിൽ പറഞ്ഞ കൊളാട്രലായിട്ട് വരുന്ന ആ ഇവൻറ്റ് അത് അൺസേർട്ടൈൻ ആയിരിക്കണം. അതായത് അത് നടക്കാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കണം. നമ്മൾ മുന്നത്തെ എക്സാമ്പിളിൽ പറഞ്ഞ പോലെ വീടിന് തീ പിടിക്കുക എന്ന് പറഞ്ഞൊരു അവസ്ഥ വളരെ റെയറാണ് അല്ലേ. നടക്കാനുള്ള സാധ്യത വളരെ കുറവായിട്ടുള്ളൊരു കാര്യമാണ്. അത് എന്തായാലും നടക്കുന്നൊരു കാര്യമൊന്നുമല്ല. സോ അങ്ങനെയുള്ള ഇവൻ്റാണ് ഈ കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റിൽ പറയുന്ന ഇവൻറ്റ്. പക്ഷേ ഈ കണ്ടീഷൻ സെർട്ടൈൻ ആണ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് ടൈപ്പ് ഓഫ് കണ്ടീഷൻ ആണ് എങ്കിൽ അത് കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് അല്ല. ഫോർ എക്സാമ്പിൾ ലൈഫ് ഇൻഷുറൻസ്. ഒരാൾ മരിക്കുമെന്നത് സെർട്ടൈൻ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് എന്ന് സംഭവിക്കും എന്നതിൽ മാത്രമാണ് നമുക്ക് അൺസർട്ടനിറ്റി ഉള്ളൂ. സോ മരണം സെർട്ടൈൻ ആയിട്ടുള്ളൊരു ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ ലൈഫ് ഇൻഷുറൻസ് ഒരു കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് അല്ല. അതുപോലെ മാർച്ച് 10-ാം തീയതി കഴിഞ്ഞ് ഞാൻ ക്യാഷ് തിരിച്ച് തന്നോളാം എന്ന് പറയുന്ന കോൺട്രാക്റ്റും കണ്ടീജൻ്റ് അല്ല. ഈ മാർച്ച് 10-ാം തീയതി എന്ന് പറയുന്ന ഈവൻ്റ് ഉണ്ടല്ലോ, അത് എന്തായാലും വരും ഇല്ലേ. സോ അതൊരു സെർട്ടൈൻ ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് അതിനെ നമുക്ക് കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ചന്തുലാൽ വേഴ്സസ് CIT കേസിൽ പറയുന്നുണ്ട് ലൈഫ് ഇൻഷുറൻസ് ഒഴിച്ച് ബാക്കി എല്ലാ തരത്തിലുള്ള ഇൻഷുറൻസും കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് തന്നെയാണ്. അതുപോലെ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെമിനിറ്റി, കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി, ഇതെല്ലാം കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് ആയിട്ട് തന്നെ വരും. ഈ കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റിൽ കൊളാട്രൽ ഇവൻ്റ് നടക്കണമെന്നാണോ അതോ നടക്കണ്ട എന്നാണോ പറയുന്നത് എന്നതിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ സെക്ഷൻ 32 എടുക്കുകയാണെങ്കിൽ അതിൽ പറയുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് ഓൺ ആൻ ഇവൻറ്റ് ഹാപ്പനിങ്ങിനെ കുറിച്ചിട്ടാണ്. എന്നാൽ സെക്ഷൻ 33 സെയിം എൻഫോഴ്സ്മെൻറ്റ് ഓഫ് കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെ കൊളാട്രൽ ഇവൻറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ് ആണ്. കൊളാട്രൽ ഇവൻറ്റ് ഹാപ്പൻ ചെയ്യണം എന്ന് പറയുന്ന കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റിൻ്റെ എൻഫോഴ്സ്മെൻറ്റും കൊളാട്രൽ ഇവൻറ്റ് ഹാപ്പൻ ചെയ്യരുത് എന്ന് പറയുന്ന കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റിൻ്റെ എൻഫോഴ്സ്മെൻറ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസാണ് സെക്ഷൻ 32-ലും 33-ലും പറയുന്നത്. ഇനി സെക്ഷൻ 35-ലാണെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, കൊളാട്രൽ ഇവൻറ്റ് ഒരു ഫിക്സഡ് ടൈം പീരീഡിൽ നടക്കുന്നതിനെ കുറിച്ചിട്ടാണ്. രണ്ടാമത്തത്, കൊളാട്രൽ ഇവൻറ്റ് ഒരു ഫിക്സഡ് ടൈം പീരീഡിൽ നടക്കരുത് എന്നതിനെ കുറിച്ചിട്ടാണ്. ഈ സെക്ഷൻസ് എല്ലാം വരുന്ന സ്ലൈഡിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇത്രയും ഞാൻ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊളാട്രൽ ഇവൻറ്റ് നടക്കണം എന്ന് പറയുന്ന കോൺട്രാക്റ്റിലും നടക്കണ്ട എന്ന് പറയുന്ന കോൺട്രാക്റ്റിലും ഡിഫറൻസസ് ഉണ്ട്. അതുകൊണ്ടാണ്. ഇനി നമുക്ക് സെക്ഷൻ 32 എന്താ പറയുന്നതെന്ന് നോക്കാം. Enforcement of contingent contract depends upon the happening of an event. സെക്ഷൻ 32-ൽ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കാനോ ഒരു കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് ഉണ്ടാക്കിയാൽ അതിൽ പറയുന്ന അൺസർട്ടൈൻ ഫ്യൂച്ചർ ഇവൻറ്റ് നടക്കാതെ ഈ കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. സിമ്പിളായി പറഞ്ഞാൽ കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് നടപ്പിലാകണമെങ്കിൽ അതിൽ പറയുന്ന അൺസർട്ടൈൻ ഫ്യൂച്ചർ ഇവൻറ്റ് നടക്കണം. സെക്ഷനിൽ പറയുന്ന ഇല്ലുസ്ട്രേഷൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. എ ബിനോട് പറയുക, സി മരിക്കുമ്പോഴും ഞാൻ, അതായത് എ ജീവിച്ചിരുന്നാൽ ബിൻ്റെ ഹോഴ്സിനെ ഞാൻ വാങ്ങിക്കോളാം. അപ്പോൾ ഈ എയും ബിയും തമ്മിലുള്ള കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യണമെങ്കിൽ എ ജീവിച്ചിരിക്കെ സി മരിക്കണം. എങ്കിൽ മാത്രമാണ് ആ കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. എ തൻ്റെ ഹോഴ്സിനെ ബിക്ക് സെല്ല് ചെയ്യാനായിട്ട് തീരുമാനിച്ചു.
എന്നിട്ട് ബിയിനോട് പറഞ്ഞു, ഞാൻ ഈ ഹോഴ്സിനെ സിക്ക് സെല്ല് ചെയ്യാമെന്ന് ഓഫർ ചെയ്തിരുന്നു. സി ആ ഓഫർ റെഫ്യൂസ് ചെയ്താൽ മാത്രമേ നമ്മൾ തമ്മിലുള്ള, അതായത് എ ആൻഡ് ബി തമ്മിലുള്ള കോൺട്രാക്റ്റ് നടക്കൂ എന്ന്. സോ ഇവിടെ എ ആൻഡ് ബി തമ്മിലുള്ള കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യണമെങ്കിൽ സി എ കൊടുത്ത ഓഫർ റിഫ്യൂസ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് സെക്ഷൻ 32 പറയുന്ന ആദ്യത്തെ കാര്യം. ഇനി സെക്ഷൻ 32 പറയുന്ന രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. കണ്ടിൻജന്റ് കോൺട്രാക്റ്റിൽ പറഞ്ഞ അൺസർട്ടൈൻ ഫ്യൂച്ചർ ഇവൻറ്റ് ഇമ്പോസിബിൾ ആവുകയാണ്. ദെൻ ദാറ്റ് കോൺട്രാക്റ്റ് ബിക്കംസ് വോയിഡ്. എക്സാമ്പിൾ പറയാം. എ ബിയിനോട് പറയുക, നീ സീനെ കല്യാണം കഴിച്ചാൽ ഞാൻ കുറച്ച് ക്യാഷ് തരാമെന്ന്. പക്ഷെ കല്യാണത്തിന് മുന്നേ സി മരിക്കുവാണ്. ഇനി ബി ആൻഡ് സി തമ്മിലുള്ള മാരേജ് ഇമ്പോസിബിൾ ആയതുകൊണ്ട് എ ആൻഡ് ബി ഫസ്റ്റ് ഉണ്ടാക്കിയ ആ കോൺട്രാക്റ്റും ഇമ്പോസിബിൾ ആവുകയാണ്. അതായത് ഇനി ആ കോൺട്രാക്റ്റ് വോയിഡാണ്. സോ വൺസ് ഇവൻറ്റ് ഇമ്പോസിബിൾ ആയി കഴിഞ്ഞാൽ കോൺട്രാക്റ്റും വോയിഡ് ആവും. ഇതാണ് സെക്ഷൻ 32 പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ സെക്ഷൻ 32 പറയുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, കണ്ടിൻജന്റ് കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യണമെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന അൺസർട്ടൈൻ ഫ്യൂച്ചർ ഇവൻറ്റ് നടക്കണം. രണ്ടാമത്തെ കാര്യം, ഈ അൺസർട്ടൈൻ ഫ്യൂച്ചർ ഇവൻറ്റ് ഇമ്പോസിബിൾ ആയി കഴിഞ്ഞാൽ ദെൻ ആ കണ്ടിൻജന്റ് കോൺട്രാക്ട് ബിക്കംസ് വോയിഡ്. ഇനി നമുക്ക് സെക്ഷൻ 33 എന്താ പറയുന്നതെന്ന് നോക്കാം. സെക്ഷൻ 33 സേസ് അബൌട്ട് എൻഫോഴ്സ്മെന്റ് ഓഫ് കോൺട്രാക്ട് കണ്ടിൻജന്റ് ഓൺ ആൻ ഇവന്റ് നോട്ട് ഹാപ്പനിങ്. സെക്ഷൻ 32 കണ്ടിൻജന്റ് കോൺട്രാക്റ്റിൽ പറയുന്ന ഇവന്റ് നടന്നെങ്കിൽ മാത്രമായിരുന്നു ആ കോൺട്രാക്ട് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സെക്ഷൻ 33 ഒരു ഇവൻറ്റ് നടക്കാതിരുന്നാൽ മാത്രമാണ് കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് കണ്ടിൻജന്റ് കോൺട്രാക്റ്റിൽ പറയുന്ന അൺസർട്ടൈൻ ഫ്യൂച്ചർ ഇവൻറ്റ് സംഭവിക്കുന്നതേയില്ല. അതായത് അതിങ്ങനെ നടക്കാതെ അനന്തമായി നീണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഇവൻറ്റ് ഇമ്പോസിബിളായിട്ട് മാറി. ഇമ്പോസിബിൾ ആകുന്ന ആ നിമിഷം മുതൽ നമുക്ക് ആ കണ്ടിൻജന്റ് കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എ ബിയിനോട് പറയുക, ഈ ഷിപ്പ് തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ 10,000 രൂപ തരാം. ആ ഷിപ്പ് അങ്ങനെ തിരിച്ചു വരാതെ കുറേ നാളിരുന്നു. പെട്ടെന്നൊരു ദിവസം അറിയണു ആ ഷിപ്പ് മുങ്ങിപ്പോയത്. ഇനി ആ ഷിപ്പ് തിരിച്ചു വരിക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. സോ കോൺട്രാക്ട് ബിറ്റ്വീൻ എ ആൻഡ് ബി ക്യാൻ ബി എൻഫോഴ്സ്ഡ് വെൻ ദ ഷിപ്പ് സിങ്സ്. ഇനി സെക്ഷൻ 34 എന്താണെന്ന് നോക്കാം. Section 34 says about when event on which contract is contingent to be deemed impossible if it is the future conduct of a living person. അതായത് ഇവിടെ കണ്ടിൻജന്റ് കോൺട്രാക്റ്റിൽ ഫ്യൂച്ചർ അൺസർട്ടൈൻ ഇവൻറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് എത്ര നാൾക്കുള്ളിൽ നടക്കണമെന്ന് ടൈം സ്പെസിഫൈ ചെയ്ത് കോൺട്രാക്റ്റിൽ പറഞ്ഞില്ല. പിന്നീട് ആ കോൺട്രാക്റ്റ് ഇമ്പോസിബിൾ ആയിട്ട് മാറി. വേണമെങ്കിൽ ആ ഇമ്പോസിബിൾ എടുത്തു മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും വൺസ് ഇമ്പോസിബിൾ ആയ കണ്ടിൻജന്റ് കോൺട്രാക്റ്റിനെ പിന്നെ എൻഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. ഫോർ എക്സാമ്പിൾ, എ ബിനോട് എഗ്രി ചെയ്യുക, നീ സീനെ കല്യാണം കഴിച്ചാൽ ഞാൻ ക്യാഷ് തരാമെന്ന്. പക്ഷേ സി പോയി ഡീനെ കല്യാണം കഴിച്ചു. ഇവിടെ ഡി മരിച്ചു കഴിഞ്ഞാൽ സിക്ക് വേണമെങ്കിൽ ബീനെ കല്യാണം കഴിക്കാവുന്നതാണ്. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിലും ആസ് പെർ സെക്ഷൻ 34 മാരേജ് ഓഫ് ബി ടു സി നൗ ബി കൺസിഡേർഡ് ഇമ്പോസിബിൾ. അടുത്തത് സെക്ഷൻ 35 ആണ്. സെക്ഷൻ 35 രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ് പറയുന്നത് കണ്ടിൻജന്റ് കോൺട്രാക്റ്റിൽ ഒരു അൺസർട്ടൈൻ ഇവൻറ്റ് ഫിക്സഡ് ടൈമിനുള്ളിൽ നടക്കണമെന്ന് പറയുന്നു. ആ ഇവൻറ്റ് ഫിക്സ് ചെയ്ത ടൈമിൻ്റെ ഉള്ളിൽ നടക്കുന്നില്ല, അല്ലെങ്കിൽ ഫിക്സ് ചെയ്ത ടൈമിൻ്റെ ഉള്ളിൽ ആ ഇവൻറ്റ് ഇമ്പോസിബിൾ ആയിട്ട് മാറി. ഇങ്ങനെ നടന്നാൽ ആ കണ്ടിൻജന്റ് കോൺട്രാക്റ്റ് വോയിഡ് ആയിട്ട് മാറും. ഫോർ എക്സാമ്പിൾ, എ ബിനോട് പറഞ്ഞു, ഷിപ്പ് 1 ഇയറിനുള്ളിൽ തിരിച്ച് വന്നാൽ ഞാൻ കുറച്ച് ക്യാഷ് തരാമെന്ന്. ഷിപ്പ് 1 ഇയറിനുള്ളിൽ തിരിച്ച് വന്നാൽ കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാം. എന്നാൽ ഷിപ്പ് 1 ഇയറിനുള്ളിൽ തിരിച്ചു വന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ ഷിപ്പിൻ്റെ തിരിച്ചുവരവ് ഇമ്പോസിബിൾ ആകുന്ന എന്തെങ്കിലും ഒരു ഇവൻറ്റ് ലൈക്ക് ഷിപ്പ് മുങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ കത്തിപ്പോവുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ആ കോൺട്രാക്റ്റ് വോയിഡായിട്ട് മാറും. ഇനി സെക്ഷൻ 35 പറയുന്ന രണ്ടാമത്തെ കാര്യം, കണ്ടിൻജന്റ് കോൺട്രാക്റ്റിൽ ഒരു അൺസർട്ടൈൻ ഇവൻറ്റ് ഫിക്സഡ് ടൈമിനുള്ളിൽ നടക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ആ ടൈം പീരീഡ് എക്സ്പയർഡ് ആകുമ്പോൾ ആ കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഫിക്സഡ് ടൈമിൻ്റെ എക്സ്പയറിക്ക് മുന്നേ തന്നെ മനസ്സിലാവുകയാണ് ഇനി ആ ഇവൻറ്റ് നടക്കാൻ പോകുന്നില്ല എന്ന്. അപ്പോഴും കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എ ബിനോട് പ്രോമിസ് ചെയ്യുക, ഈ ഷിപ്പ് 1 ഇയറിൽ തിരിച്ച് വന്നില്ലെങ്കിൽ ഞാൻ ക്യാഷ് തരാമെന്ന്. ഷിപ്പ് 1 ഇയറിൽ തിരിച്ച് വന്നില്ലെങ്കിലോ അല്ലെങ്കിൽ ഷിപ്പ്
ബേൺഡായി പോവുകയോ എന്തെങ്കിലും ചെയ്താൽ ഈ കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെക്ഷൻ 35 രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റിൽ പറയുന്ന ഈ കൊളാട്രൽ ഇവൻറ്റ് ഒരു ഫിക്സഡ് ടൈമിനുള്ളിൽ നടക്കണമെന്ന് പറയുന്നു. ഈ ഫിക്സഡ് ടൈം പീരീഡിനുള്ളിൽ അത് നടന്നാൽ ആ കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാം. നടന്നില്ലെങ്കിലോ അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആയാലോ ആ കോൺട്രാക്റ്റ് വോയിഡ് ആവും. ഇനി രണ്ടാമത്തെ കാര്യം, കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റിൽ ഈ കൊളാട്രൽ ഇവൻറ്റ് ഒരു ഫിക്സഡ് ടൈം പീരീഡിനുള്ളിൽ നടക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കോൺട്രാക്റ്റ് ഫിക്സഡ് ടൈം പീരീഡിനുള്ളിൽ നടന്നില്ലെങ്കിലോ അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആയിട്ട് മാറുകയോ ചെയ്താൽ ഈ കോൺട്രാക്റ്റിനെ നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. ഇനി സെക്ഷൻ 36 സേസ് അബൌട്ട് എഗ്രിമെൻറ്റ് കണ്ടിൻജൻറ്റ് ഓൺ ഇമ്പോസിബിൾ ഇവൻറ്റ്സ് വോയിഡ്. അതായത് ഒരു ഇമ്പോസിബിൾ ഇവൻറ്റിനെ ബേസ് ചെയ്ത് ഒരു കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് ഉണ്ടാക്കിയാൽ അത് വോയിഡ് ആയിരിക്കും. കോൺട്രാക്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ പാർട്ടീസിന് ഈ ഇമ്പോസിബിൾ ഇവൻറ്റിനെ കുറിച്ച് അറിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് വോയിഡ് കോൺട്രാക്റ്റ് തന്നെയായിരിക്കും എന്നതാണ് സെക്ഷൻ 36 പറയുന്നത്. എക്സാമ്പിൾ, എ ബിനോട് എഗ്രി ചെയ്യാണ്, നീ എൻ്റെ മോള് സീനെ മാരി ചെയ്താൽ ഞാൻ 10,000 രൂപ തരാമെന്ന്. എന്നാൽ ഈ എഗ്രിമെൻ്റ് ഉണ്ടാക്കുമ്പോഴേ തന്നെ സി മരിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ കോൺട്രാക്റ്റ് വോയിഡാണ്, ഈവൻ ദോ തൻ്റെ മകൾ മരിച്ചത് എ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്.